മാർച്ച് ഇൻടേക്കിൽ വന്ന കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എന്നിട്ട് ചോദിക്കാറുള്ള ചോദ്യം സിമിലർ ആയിട്ടുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് ഗസ് ചെയ്യാം വേണമെങ്കിൽ. എന്നാലും ഞാൻ പറയും എന്താ സംഭവം എന്നുള്ളത്. അതായത് പാർട്ട് ടൈം ജോലിയുടെ കേസ്. ഞാൻ 3 വർഷം മുന്നേ വന്നപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാവരോടും ചോദിച്ചിരുന്ന ചോദ്യവും ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പോഴും കയറി വരുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഭയങ്കരമായ രീതിയിൽ ചോദിക്കുന്ന ചോദ്യം, എങ്ങനെ പാർട്ട് ടൈം ജോലി ഒപ്പിക്കാം. അങ്ങ് യൂറോപ്പിലല്ല, എല്ലാ വിദേശ രാജ്യത്തും ആ കൾച്ചർ നമ്മുടെ നാട്ടിലില്ല. അതായത് പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന ഒരു കൾച്ചർ. ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നവർ വളരെ വിരളാണ്. എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ പോകണമെന്നുണ്ടായിരുന്നുവെങ്കിലും വീട്ടുകാർ പല ഇതങ്ങനെയാണ്, ഇതങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പണ്ടൊക്കെ വേണ്ടേ നാട്ടിൽ പോയേനെ. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ തന്ത പോയി. എന്നാലും പറഞ്ഞു വന്ന കേസ്, പാർട്ട് ടൈം ജോലിയുടെ കേസ് ഇവിടെ വന്നിട്ട് കിട്ടാനായിട്ട് ഒന്ന് ഭാഗ്യത്തിന് ബേസ് ചെയ്തിട്ടുണ്ട്. ഒന്നല്ല, മെയിൻ സംഭവമേ ഭാഗ്യത്തിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. 2 ക്ലൈമറ്റ് കണ്ടീഷനെയും കൂടി ബേസ് ചെയ്യും. അതായത് വിൻ്റർ ടൈമിൽ പാർട്ട് ടൈം ജോലി കിട്ടൽ ഇച്ചിരി ടാസ്ക്കാണ്. അത് യൂറോപ്പിൽ എല്ലായിടത്തും. സമ്മറിൽ പിന്നെയും കിട്ടും. സമ്മറിൽ കുറേ വാക്കൻസീസ് ഓപ്പൺ. ഇപ്പോൾ മിക്ക റെസ്റ്റോറൻറ്റ്സും വിൻ്ററിൽ അകത്തേക്ക് കയറ്റിയുള്ള ചെറിയ ടൈപ്പ് ആയിരിക്കും. കുറേ ഓപ്പൺ റെസ്റ്റോറൻ്റ് ആവും. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ തുറന്ന് തിരിഞ്ഞൊക്കെ വരും. അപ്പം അങ്ങനെ ഒരു വാക്കൻസിക്ക് സാധ്യതയുണ്ട്. റെസ്റ്റോറൻറ്റ് മേഖലയാണ് നിങ്ങൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പട്ടിപ്പണി എവിടെയെങ്കിലും എടുക്കേണ്ടി വരും കേട്ടോ. അതേപോലെ വെയർ ഹൗസിലായാലും ഓപ്പണിങ്സ് വരും. ആകപ്പാടെ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും കയറി ഇറങ്ങുക, ഫിസിക്കലി പോവുക, അതേപോലെ ഓൺലൈനിൽ അപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ ഓപ്ഷൻ തന്നെ. അത് എത്ര വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും അതിൽ നിന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അതേപോലെ തന്നെ പരമാവധി കൂട്ടുകാരെ ഒപ്പിക്കുക, കണക്ടിവിറ്റി ആ ഒരു സംഭവം അങ്ങോട്ട് സെറ്റ് ചെയ്യുക. അതുവഴി കൂട്ടുകാർ വഴി റെഫറൽ എവിടെന്നേലൊക്കെ ഒപ്പിച്ച് ജോലിക്ക് കയറുക. അത് ഒരു നല്ല ആശയപരമായ ഒരു പരിപാടിയാണ്. ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അതല്ലാതെ കിട്ടുന്നത് ഭാഗ്യം. ഇപ്പം എന്നെപ്പോലെ മറ്റേ ചക്ക വീണ സാധനമാണ് എനിക്ക് ഈ സ്റ്റുഡിയോയിൽ ജോലി കിട്ടിയത്. ഞാൻ റെസ്റ്റോറൻറ്റിൽ ജോലി എടുക്കുന്നു, അവിടെ ഇവർ വന്നിട്ട് ഫുഡ് കഴിക്കുന്നു, അവർക്ക് എന്നെ കൂടെ ബോധിച്ചിട്ട് എന്നെ കൂടെ പൊക്കിക്കൊണ്ട് പോകുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ കഥ നമുക്ക് കുറച്ചും കൂടി ഈ പറയുന്ന ഡെയിലി വ്ളോഗ് കണ്ടൻറ്റ് ശാപം വരുമ്പോൾ ഇടാം എന്ന് വെച്ചിരിക്കുകയാണ്. അത് കഥ പറഞ്ഞു പറയുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ പാർട്ട് ടൈം ജോലിയോട്ട് പറയേണ്ടി വരും. അത്രയും കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നതിനകത്ത്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ പാർട്ട് ടൈം ജോലിയുടെ കേസ് അത്രേ ഉള്ളൂ. നന്നായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു കുറച്ച് ദിവസം ശ്രമിക്കുമ്പോഴേക്കും ഒരു ഡിപ്പ് വരും. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ നോക്കുക. അതൊരു പ്രശ്നമാണ്. കാരണം ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നവന് ജോലി കിട്ടും. അതാണ് ഞാൻ ചോദിച്ച ഒരുപാട് ആൾക്കാരിൽ നിന്നും കിട്ടിയത്. അതേപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ടൊരു പരിപാടിയുണ്ട്. അതായത് വർക്ക് ഏജൻസീസിനെ ബേസ് ചെയ്തിട്ട് പോളണ്ടിൽ കുറേ വർക്ക് ഏജൻസീസ് ഉണ്ട്. സ്റ്റുഡൻസിനായാലും ശരി, ഇവിടെ വർക്ക് വിസയ്ക്ക് വരുന്നവർക്കായാലും ശരി, ജോലി എടുത്ത് കൊടുക്കുന്ന പരിപാടി. അപ്പോൾ അവർക്ക് അതിനുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കിട്ടുന്ന സാലറിയിൽ ഒരു കുഞ്ഞ് എമൗണ്ട് നിങ്ങൾ പോലും അറിയാതെ, പക്ഷെ അത് ബാധിക്കാൻ പോകുന്ന ഒരു സംഭവമല്ല. അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നിങ്ങളുള്ള സിറ്റിയിൽ ഈ പറയുന്ന വർക്ക് ഏജൻസീസ് ഉണ്ടോ എന്ന് നോക്കാം. അതും ഒരു ഇതാണ്, ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് സൈഡാണ് ഇങ്ങനെ ഉള്ളത്. പിന്നെ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് സിറ്റിയാണ്. ഭയങ്കര ഉള്ളിലേക്കായിട്ടുള്ള സിറ്റി ആണെങ്കിൽ അവിടെ പാർട്ട് ടൈം ജോലി പോയിട്ടൊരു കോപ്പും കിട്ടാൻ പോകുന്നില്ല. ഇച്ചിരി വലിയ സിറ്റിയിലൊക്കെ ആണെങ്കിലാണ് പിന്നെയും എന്തെങ്കിലും ഭാഗ്യം എന്ന് പറയുന്ന സാധനം ഉള്ളൂ കേട്ടോ പാർട്ട് ടൈം ജോലിയുടെ കേസിൽ. വേറെ പാർട്ട് ടൈം ജോലി കിട്ടുന്ന കാര്യമൊന്നുമില്ല. ഇതേ സ്കീം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എന്തോരം ചായക്കടകളാണ്. അവിടെ ഇപ്പോൾ 2 ചായ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് അടിച്ചു കൊടുക്കാനുള്ള കാശ് കിട്ടിയത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സമയം വൈകിപ്പോയി. ആ സമയത്താണെങ്കിൽ അത്രയും ബോധമില്ലായിരുന്നു. ബട്ട് ഐ എം ഹാപ്പി. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് നേരം പോയി കിടന്നുറങ്ങാം. അപ്പോൾ ശുഭ നിദ്ര.